വീക്കെൻഡ് ആയതുകൊണ്ട് എൻ്റെ അനിയത്തി വരുന്നുണ്ട് കേട്ടോ ഞങ്ങളുടെ അടുത്തേക്ക്. അപ്പോൾ അവൾ രാത്രിയാണ് എത്തുക. അപ്പോൾ ഞാൻ ഡിന്നർ ഉണ്ടാക്കുന്ന ഒരു തിരക്കാണ്. ചപ്പാത്തിയും മുട്ടക്കറിയും വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഈ മുട്ടക്കറി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാൻ ആദ്യം അപ്ലോഡ് ചെയ്തിരുന്നു പ്രഷർ കുക്കറിൽ. അപ്പോൾ അതേ മുട്ടക്കറി തന്നെയാണ് ഞാൻ ഇപ്പോഴും വെക്കുന്നത്. ഈ പ്രഷർ കുക്കറിൽ വെക്കുന്ന മുട്ടക്കറിക്ക് വേറൊരു ടേസ്റ്റും ഉള്ളി വഴറ്റിയിട്ട് വെക്കുന്ന ആ ഒരു മുട്ടക്കറിക്ക് വേറൊരു ടേസ്റ്റുമാണ് കേട്ടോ തോന്നുന്നത്. ഇത് പിന്നെ എളുപ്പപ്പണിയാണ്, എല്ലാം കൂടെ കുക്കറിലിട്ട് കഴിഞ്ഞാൽ പെട്ടെന്നായല്ലോ. അപ്പോൾ ഈ ചപ്പാത്തിക്ക് മാവ് ഒഴിക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റായി കിട്ടാൻ എന്തെങ്കിലും ടിപ്പ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തിടണേ. അപ്പോൾ ഞാൻ ഇവിടെ ഉപയോഗിക്കുന്ന പൊടി ഏതാണെന്ന് വെച്ചാൽ വീട്ടിൽ നിന്ന് അമ്മ ഗോതമ്പൊക്കെ ഉണക്കി പൊടിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ്, കഴിയാറായി. അപ്പോൾ ഞാൻ പച്ചവെള്ളത്തിലാണ് കുഴയ്ക്കാറുള്ളത്. അപ്പോൾ അവൾ എത്തിയിട്ടുണ്ട്, ചായയൊക്കെ കൊടുത്തു. അങ്ങനെ ചപ്പാത്തിയൊക്കെ ഏകദേശം റെഡിയായി. കറി അതേപോലെ തന്നെ പ്രഷർ കുക്കറിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഞാൻ അതിലേക്ക് മുട്ട ഇങ്ങനെ കീറി കീറി ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. അല്ലെങ്കിൽ നടുകെ മൊത്തത്തിൽ കീറിയിട്ടായാലും ഇട്ട് കൊടുക്കുക, അപ്പോൾ കുറച്ചുകൂടെ കട്ടി കിട്ടുന്ന പോലെ തോന്നും. എന്നിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് ഞാൻ കറി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അവസാനം കുറച്ച് വെളിച്ചെണ്ണയും കൂടെ തൂവി കൊടുക്കുന്നുണ്ട്. അപ്പം കറിയും ചപ്പാത്തി റെഡിയായി കേട്ടോ.